2018 ഇറങ്ങിയ ദ നൺ എന്ന സിനിമയിൽ പറയുന്ന യഥാർത്ഥ കഥയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ കഥയ്ക്ക് തുടക്കമാകുന്നത് 1850കളിലാണ്. ലണ്ടനിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബെർലി എന്ന ഗ്രാമത്തിലെ പള്ളിയിലേക്ക് പുതുതായി ഒരു പള്ളിയിലച്ചൻ വരികയാണ്. ആദ്യ രാത്രിയിൽ തന്നെ പള്ളിയിലച്ചൻ താമസിച്ച വെയർഹൗസിൻ്റെ കഥകിൽ ഒരു കന്യാസ്ത്രീ വന്നു മുട്ടുകയായിരുന്നു. പെട്ടെന്ന് കഥക് തുറന്ന പള്ളിയിലച്ചൻ കണ്ടത് ഭയന്ന് വിറച്ച ഒരു കന്യാസ്ത്രീയായിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ ഈ കന്യാസ്ത്രീ നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം പള്ളിയിലച്ചൻ നാട് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയാണ്. സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. അങ്ങനെ ഈ പള്ളിയിലച്ചൻ ഒരു കാര്യം മനസ്സിലാവുകയാണ്. താൻ താമസിക്കുന്ന വീട് ജനവാസ മേഖലയിൽ നിന്നും മാറിയാണെന്ന കാര്യം. എന്നാൽ താൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ചധികം കന്യാസ്ത്രീകൾ പഠിക്കുന്ന കോൺവെൻ്റ് ഉണ്ടെന്ന കാര്യം പള്ളിയിലച്ചൻ പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി. ആ ദിവസവും ആരോ കഥകിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടു. ഉടനെ പള്ളിയിലച്ചൻ കഥക് തുറന്നു നോക്കി. പേടിച്ച് ഭയന്ന് വിറച്ച ഒരു കന്യാസ്ത്രീയായിരുന്നു കണ്ടത്. ആ കന്യാസ്ത്രീ അകത്തേക്ക് പ്രവേശിച്ചു. ഉടനെ പള്ളിയിലച്ചൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഉടനെ മറുപടി പറഞ്ഞു, എൻ്റെ പേര് മേരി എന്നാണ്. ഞാൻ പാരീസിൽ നിന്ന് ഇവിടെ മതം പഠിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ വലിയ ആഗ്രഹം എന്നത് ഒരു കന്യാസ്ത്രീ ആവുക എന്നതാണ്. ഇത് കേട്ട പള്ളിയിലച്ചൻ അന്നേ ദിവസം രാത്രിയിൽ അവിടെ താമസിക്കാൻ അവർക്ക് അനുവാദം നൽകുകയാണ്. പിറ്റേന്ന് രാവിലെ ആ സ്ത്രീ നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ പള്ളിയിലച്ചൻ മൂന്നാമത്തെ ദിവസം ആദ്യം ചെന്നത് തൊട്ടടുത്തുള്ള കന്യാസ്ത്രീകൾ താമസിക്കുന്ന കോൺവെൻറ്റിലേക്കായിരുന്നു. ശേഷം അവിടുന്ന് മേരി എന്ന പേരുള്ള പെൺകുട്ടികളെ വിളിപ്പിക്കുകയും ചെയ്തു. ഉടനെ 4 കന്യാസ്ത്രീ പെൺകുട്ടികൾ വന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി തൻ്റെ കഥകളിൽ മുട്ടിയ കന്യാസ്ത്രീ പെൺകുട്ടിയെ അതിൽ കണ്ടില്ല. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളിലൊക്കെ ചില ദുരൂഹതയുണ്ടെന്ന് പള്ളിയിലച്ചന് മനസ്സിലാകുകയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞ 2 ദിവസമായി തൻ്റെ കഥകളിൽ മുട്ടിയ കന്യാസ്ത്രീയെ കാത്തിരിക്കുകയായിരുന്നു പള്ളിയിലച്ചൻ. എന്നാൽ ആ രാത്രിയിൽ ആരും തന്നെ കഥകിൽ മുട്ടിയില്ല. പക്ഷേ വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പുറത്തു നിന്നും ആരൊക്കെയോ ഓടുന്ന ശബ്ദവും ഒരു സ്ത്രീയുടെ അലർച്ചയും കേട്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പള്ളിയിലച്ചൻ തനിക്കുണ്ടായ ദുരനുഭവം നാട്ടിലുള്ളവരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ആരും തന്നെ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നീടുള്ള ഓരോ രാത്രിയിലും ആ കന്യാസ്ത്രീ വരുമോ എന്ന് കാത്തിരുന്നു. എന്നാൽ ആരും തന്നെ വന്ന് കഥകിൽ മുട്ടിയില്ല. എന്നാൽ രാത്രി സമയങ്ങളിൽ പുറത്തേക്ക് നോക്കിയാൽ ഒരു കന്യാസ്ത്രീയുടെ രൂപം വന്നു പോകുന്നതും ചില പ്രത്യേക രൂപങ്ങളും കാണുമായിരുന്നു. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ആ വീട്ടിൽ താമസിച്ച മറ്റു ചിലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നാട്ടുകാരോട് പറഞ്ഞ സമയത്ത് അവർ മനസ്സിലാക്കിയത് ഈ വീട്ടിൽ താമസിക്കുന്ന ഈ പള്ളിയിലച്ചനും മറ്റു ചിലർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന കാര്യമായിരുന്നു. എന്നാൽ തങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ പള്ളിയിലച്ചനും കൂടെ താമസിക്കുന്നവരും ഇത് നിസ്സാരമായി എടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാടധികം വർഷങ്ങൾ കടന്നുപോയി. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഈ വീടിൻ്റെ അടിത്തറയ്ക്ക് ചില പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ശേഷം ആ വീട്ടിൽ ആരും താമസിക്കാതാവുകയും നാട്ടുകാർ ആ വീട് നശിപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ആ ഗ്രാമങ്ങളിലുള്ളവർ ദുരനുഭവങ്ങൾ നേരിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും രാത്രി പല വീടുകളുടെയും കഥകിൽ ഭയന്നു വിറച്ചൊരു കന്യാസ്ത്രീ വന്ന് മുട്ടാൻ തുടങ്ങി. പിന്നീട് ആ ഗ്രാമം മുഴുവൻ ഈ കാര്യം ഭയത്തോടെ കാണാൻ തുടങ്ങി. അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന എഡിനെയും ലോറൻ വാറനെയും നാട്ടുകാർ ആ ഗ്രാമത്തിലെത്തിച്ചു. അങ്ങനെ ഈ എഡും ലോറനും ആദ്യം തന്നെ അന്വേഷിച്ചത് ആരാണ് ആ കന്യാസ്ത്രീ എന്നായിരുന്നു. പാരീസിൽ നിന്നും മതം പഠിക്കാൻ വേണ്ടി വന്ന മേരി എന്ന പെൺകുട്ടിയാണെന്ന് പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാടധികം അന്വേഷിച്ചപ്പോൾ അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി. 300 വർഷങ്ങൾക്ക് മുൻപ് മതം പഠിക്കാൻ ബെർലിയിലെത്തിയതായിരുന്നു മേരി. ശേഷം കോൺവെന്റിന് തൊട്ടടുത്ത് വീട്ടിൽ താമസിച്ചിരുന്ന പള്ളിയിലച്ചനുമായി മേരി പ്രണയത്തിലാവുകയായിരുന്നു. അങ്ങനെ ഈ പ്രണയം കൂടുതൽ അടുക്കുകയും ഇത് നാട്ടുകാർ അറിയുകയും ചെയ്തു. ഇത് വലിയൊരു പ്രശ്നത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അങ്ങനെ നാട്ടുകാർ എല്ലാവരും ഒരു തീരുമാനമെടുത്തു. പള്ളിയിലച്ചൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. കന്യാസ്ത്രീ ആയിരിക്കണം പള്ളിയിലച്ചനെ വഴിപിഴപ്പിച്ചത് എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ആ കന്യാസ്ത്രീയെ വധിച്ചു കളയാമെന്ന തീരുമാനത്തിലായിരുന്നു നാട്ടുകാരെത്തിയത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം രാത്രി നാട്ടുകാർ കോൺവെന്റിൽ നിന്നും കന്യാസ്ത്രീയെ വിളിച്ചു പുറത്തിറക്കി. എന്തൊക്കെയോ ചില പന്തികേട് തോന്നിയ കന്യാസ്ത്രീ പള്ളിയിലച്ചൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു. താൻ ജീവനോളം സ്നേഹിക്കുന്ന മേരി എന്ന കന്യാസ്ത്രീയെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പള്ളിയിലച്ചൻ തയ്യാറായില്ല. ഇത് കണ്ട നാട്ടുകാർ കൂടുതൽ അസ്വസ്ഥരായി. ശേഷം അവർ ആദ്യം തന്നെ ചെയ്തത് കന്യാസ്ത്രീയുടെ മുന്നിൽ വെച്ച് തന്നെ പള്ളിയിലച്ചനെ തൂക്കിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷം ആ വീടിനുള്ളിൽ ഒരു കുഴിയെടുത്ത് മേരി എന്ന കന്യാസ്ത്രീയെ ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു. പിന്നീട് ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷം 1-ാം ലോക മഹായുദ്ധത്തിൽ വർഷിച്ച ബോംബുകൾ കാരണം ആ വീടിൻ്റെ അടിത്തറയ്ക്ക് ചില കേടുപാടുകൾ സംഭവിക്കുകയാണ്. കന്യാസ്ത്രീയെ മറവ് ചെയ്ത സ്ഥലത്തിനും ചില മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇത്രയും സംഭവങ്ങൾക്ക് ശേഷമാണ് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് പ്രതികാരം ചെയ്യാനായി കന്യാസ്ത്രീ ഇറങ്ങിത്തിരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് എഡും ലോറനും കൂടെ അന്വേഷിച്ച് കണ്ടെത്തിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകൾ തേടിയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.